ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ കാതലായിട്ടുള്ള ഒരു കാര്യമാണ് മത്തായി 5:48 നമുക്ക് കാണിച്ചു തരുന്നത്. സ്വർഗീയ പിതാവ് പൂർണ്ണനായിരിക്കുന്നത് പോലെ നമ്മളെല്ലാവരും പരിപൂർണനായിരിക്കുവിൻ. ഈശോയെ അനുകരിക്കുക എന്നതല്ല, മറിച്ച് പിതാവിനെ പോലെ പൂർണ്ണരാവുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ. പിതാവ് എങ്ങനെ പൂർണ്ണനായിരിക്കുന്നുവോ അതുപോലെ തന്നെ ഒരു പൂർണ്ണത നമ്മളെ രൂപപ്പെടുത്തുക. നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും ഒക്കെ പൂർണ്ണതയിൽ ആ ഒരു മഹത്വം കടന്നു വരണം. അതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യങ്ങൾ തന്നെയാണ്. എന്ത് തരം ലക്ഷ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ദൈവത്തെ സമീപിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, വിശ്വസിക്കുന്നത്, ഇടപെടുന്നത് എന്നുള്ളതാണ്. എന്ത് ലക്ഷ്യത്തിനാണ്, ആ ലക്ഷ്യത്തിനാണ് നമ്മൾ അതിൻ്റെ അനന്തരഫലം ഉളവാക്കാൻ കഴിയുന്നത്, അല്ലേ? ആ കാര്യമാണ് നമ്മെ രൂപപ്പെടുത്തുന്നത്. നമ്മളെ രൂപപ്പെടുത്തുന്നത് ഏത് തരം ലക്ഷ്യത്തിനാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മൾ ദൈവത്തെ സമീപിക്കുമ്പോൾ എന്തെങ്കിലും നന്മകളോ അനുഗ്രഹങ്ങളോ അല്ലാതെ നമ്മുടെ ആഗ്രഹങ്ങളോ എന്നതിനേക്കാളൊക്കെ ഉപരിയായി പിതാവേ എനിക്ക് നിന്നെ പോലെ ആകണം, പിതാവായ ദൈവമേ, പരിശുദ്ധാത്മാവേ, പുത്രനായ യേശോയെ, എനിക്ക് നിങ്ങളുള്ള കൂട്ടായ്മ എനിക്ക് തരണം. എൻ്റെ ഹൃദയം മുഴുവൻ നിന്നെ പോലെ ആകാൻ, നിൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന ഒരു ഹൃദയമായി തീരാൻ എന്നെ അനുഗ്രഹിക്കണമേ. എന്നെ അങ്ങയുടെ തിരുഹൃദയം പോലെ ഒന്നാക്കി തീർക്കണമേ. ഇങ്ങനെ ഒരു ഹൃദയത്തോടെ എപ്പോഴും ദൈവത്തെ സമീപിക്കാൻ നമുക്കിടയാകട്ടെ. ആമേൻ.